الحمد لله رب العالمين نحمدك يا من غلحت لنا سبل الهداية وأوزعت عن بصائرنا غصوة الغوايا نصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو السراج منيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സഹോദരിമാരെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കുറച്ചു സമയം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടും പുറമേയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചിലത് പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 1:15 കഴിയുന്നതോടെ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. എന്തേ 1:20 എന്നോട് പറഞ്ഞേ, ഞാൻ 1:15 നിർത്താമെന്ന് ഉദ്ദേശിച്ചേ. ഇൻഷാ അല്ലാഹ് തൗഹീദിൻ്റെ മേഖലകൾ നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾ, വലിയ ശിർക്കുകളുടെ ഗൗരവം, വലിയ ശിർക്കിൻ്റെ ഉദാഹരണങ്ങളെ സംബന്ധിച്ചാണ് 10ാമത്തെ ബാബ് നമ്മൾ വിവരിച്ചു പോകുന്നത്. 10ാമത്തെ ബാബിലെ വലിയ ശിർക്കിൻ്റെ 2ാമത്തെ മേഖല പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ആളുകളിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നുള്ളത് വലിയ ശിർക്കിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷയർപ്പിക്കൽ, യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിനോട് വിരുദ്ധമായ കാര്യമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. എന്താ തൗഹീദ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞു പോകുന്നത് തൗഹീദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറയോ? ഏകദൈവ വിശ്വാസം. ഉറപ്പാണോ? അങ്ങനെയാണെന്നുള്ളവരൊന്ന് കൈ നോക്കി. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കൽ എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ ഏകനാക്കൽ, എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കൽ. പറഞ്ഞ വാചകം തെറ്റല്ല. ഏകദൈവ വിശ്വാസം എന്നത് എന്തല്ല, പദം തെറ്റായ പ്രയോഗമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ കാര്യത്തിനും ഏകനാക്കുന്നതിനെയാണെന്ത് പറയാം? തൗഹീദ് എന്ന് പ്രയോഗിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത് റബ്ബിനോടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൻ്റെ 18ാമത്തെ വചനത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെ ഒരു കാര്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടായിരിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കേണ്ട കാര്യങ്ങൾ. ഒരാൾ കുട്ടീനെ ചോദിക്കുന്നു, എനിക്ക് സന്താനത്തെ നൽകാൻ കഴിയുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരാൾ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും പടപ്പുകൾക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് പടപ്പുകളോട് പ്രതീക്ഷയർപ്പിച്ചാൽ അതെന്തായി? ശിർക്കായി. ആ പ്രതീക്ഷ എന്നുള്ളത് ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക്
സമർപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. ഇവിടെ മൂന്നാമത്തെ വിഷയം അള്ളാഹു അല്ലാത്തവരോട് രക്ഷ ചോദിക്കലാണ്. അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടുക എന്നുള്ളതും ഷിർക്കാണ്, വലിയ ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടികൾക്ക് സാധിക്കാത്ത വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടുന്നത്, അള്ളാഹു അല്ലാത്തവരോട് ശരണം തേടുന്നത് ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഒന്നല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതവുമായി വെള്ളാണോ? അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ 6-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നഹു കാന റിജാലും മിനൽ ഇൻസി വയഊദൂന റിജാലും മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അള്ളാഹു പറയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചില വ്യക്തികളോട് ശരണം തേടുന്നുണ്ട്. മനുഷ്യരിൽ പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചില വ്യക്തികളോട് ശരണം തേടുന്നുണ്ടായിരുന്നു. അങ്ങനെയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ഏറ്റവും വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ പാപമാണ്, ഇസ്ലാം അനുവദിച്ചൊന്നല്ല എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പഠിപ്പിക്കുന്നത് ഈ ഒരു സഹായത്തേട്ടം ജിന്നുകളോട് അവർ സഹായം തേടിയപ്പോൾ അവരെന്ത് ചെയ്തു? ജിന്നുകൾക്ക് ഗർവ് വർദ്ധിച്ചു എന്ന് അല്ലാഹു പറയാം. ഫസാദൂഹും റഹഖാ. ജിന്നുകളായ ആ ജിന്നുകൾക്ക് എന്ത് ചെയ്തു? അഹങ്കാരം കൂടി. ഞങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന അർത്ഥത്തിൽ ജിന്നുകൾക്ക് അഹങ്കാരം കൂടുകയാണ് ഉണ്ടായതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിന്റെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കാൻ. ഈ ആയത്ത് മക്ക കാലഘട്ടങ്ങളിൽ രാജ്യത്ത് കുറേ ആളുകൾ അവർക്കുണ്ടായിരുന്നൊരു സമ്പ്രദായം, അതായത് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ ജിന്നുകളുടെ ഉപദ്രവമുണ്ടാകും. ജിന്നുകളുടെ കുസൃതി കുട്ടികളുണ്ടാകുമല്ലോ, അവരുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ചില ആളുകൾ എന്ത് ചെയ്തിരുന്നു? ആ ജിന്നിലെ നേതാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. എന്താണ്? നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകളുടെ നേതാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് അങ്ങനെ ഒരു രംഗത്ത് അല്ലാഹു പഠിപ്പിക്കാൻ. ആ തേട്ടം ഒരിക്കലും ദീൻ അനുവദിച്ചതല്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു മാർഗം, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തേടിയാൽ, ജിന്നുകളോട് തേടിയാൽ ജിന്നുകൾക്ക് എന്തുണ്ടാകും? ഗർവ് വർദ്ധിക്കും, അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ജിന്നുകളോട് അങ്ങനെ സഹായം ചോദിക്കരുതെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ത് ചെയ്തത്? മനുഷ്യന്മാരെ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുകളിൽ പഠിപ്പിച്ച ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി, ആ ഇറങ്ങിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഉപദ്രവകാരികളാകട്ടെ, ജിന്നുവർഗത്തിൽപ്പെട്ടവരുടെ ഉപദ്രവങ്ങളാകട്ടെ, അതല്ലാത്ത മൃഗങ്ങളുടെ ഉപദ്രവങ്ങളാകട്ടെ, ഇതൊന്നുമില്ലാതിരിക്കാൻ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവിനോട് ശരണം തേടണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളിൽ വ്യക്തമാണ്. അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൽ വരമേൽപ്പിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് പോരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി. നമ്മൾ ചെന്നൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ, നമ്മളൊരു സ്ഥലത്ത് ചെന്നിറങ്ങി, ഇതെവിടെ ആവട്ടെ, നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ദുആ ഉണ്ട്, പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറിയ ഉടനെയുള്ള പ്രാർത്ഥന, അതൊക്കെ ചൊല്ലി
വണ്ടി കയറ്റം കയറുന്ന സമയത്ത് പ്രാർത്ഥന ഉണ്ട്, വാഹനം ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്കാറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയുടെ വേളയിൽ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗല ബിൻത് ഹാക്കിം റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ നസല മൻസിലൻ സുമ്മ ഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് സുമ്മ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം യദുർറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലുള്ള ഹദീസാണ്. എന്താ ഹദീസ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നസല മൻസില, നിങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യാത്രയുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തി, നിങ്ങളുടെ യാത്ര പൂർത്തിയായി നിങ്ങളവിടെ ഇറങ്ങുകയാണെങ്കിൽ, സുമ്മ ഖാല, നിങ്ങൾ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആ സ്ഥലത്തിറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാ മിൻ ശർരി മാ ഖലഖ്. ഇതറിയാത്ത ആൾക്കാരാണ് നമ്മൾ, എല്ലാവർക്കും അറിയാം ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അറിയാത്തവർ വളരെ കുറവ്, ഇല്ല എന്ന് തന്നെ പറയാം. അത്ര നിസ്സാരമായൊരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര നിസ്സാരമായ എളുപ്പത്തിൽ പഠിക്കാവുന്നൊരു ദുആ പഠിപ്പിച്ചു. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവിടെ അള്ളാഹു അല്ലാത്തവരോട് തേടലല്ല, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കലല്ല. അവിടെ ചോദിക്കേണ്ട സഹായം അള്ളാഹിനോടാണ്. അഊദു ബികലിമാത്തില്ലാഹ്, അള്ളാഹുവേ ഈ കെലിമത്തുകൾ കൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. കെലിമാത്തില്ലാഹി താമ്മ, ഈ പറയപ്പെടുന്ന കെലിമത്തുകൾ കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, സകല സൃഷ്ടികളുടെ ഷർറുകളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലം യദുർറുഹു ശൈഉൻ, ഒരു ഷർറും അവനെ ബാധിക്കുകയില്ല, ഒരു ദുർറും ഒരു ഉപദ്രവവും അവനെ ബാധിക്കുകയില്ല. ഹത്താ യൻസിലിഹി ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവനവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. എന്ത് പ്രാർത്ഥിച്ചാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. നിങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്നൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങൾക്കൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ആയുധമായി പഠിപ്പിച്ചത് എന്താ? ദുആയാണ്. ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്നലെ രാത്രി എൻ്റെ കാലിൽ ഒരു ജീവി കടിച്ചു, ഒരു പ്രാണി കടിച്ചു, ഇഴജന്തുക്കളിൽപ്പെട്ട ഒരു ജന്തു എന്നെ കടിച്ചു റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി പറയാണ്, അത് കടിച്ചപ്പോൾ എൻ്റെ കാലിൽ വല്ലാത്ത കടച്ചിലും വേദനയും അസ്വസ്ഥതയും, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല റസൂലേ, വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിന്നെ കടിച്ച ജീവി ഏതാ? നിന്നെ കടിച്ച ആ ഇഴജന്തുക്കളിൽപ്പെട്ട ജന്തു ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് ഈ സ്വഹാബി പറഞ്ഞു, റസൂലേ, അത് അഖറബ്, അതൊരു തേളാണ് നബിയെ, ഒരു തേളാണ് എന്നെ കുത്തിയത് റസൂലേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നലെ നിനക്കിങ്ങനെ ദുആ ചെയ്തുകൂടായിരുന്നോ? വൈകുന്നേരങ്ങളിൽ നിനക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഏതാ പ്രാർത്ഥന? ഇതേ പ്രാർത്ഥന, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. വൈകുന്നേരങ്ങളിൽ നിനക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൂടെ? അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ ഈ ദുആയുണ്ട്. നമ്മൾ വൈകുന്നേരമാകുമ്പോൾ ഈ പ്രാർത്ഥന ആയുധമാണ്. നേരം പുലർന്നു കഴിഞ്ഞാലും രാവിലെയുള്ള അദ്കാറുകളിലും ഈ പ്രാർത്ഥന പ്രധാനമാണ്. സകല സൃഷ്ടികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു നാഥാ. ഈ പ്രാർത്ഥന വലിയ ആയുധമാണ്. പ്രാർത്ഥന വലിയ ആയുധമാണ്.
അപ്പോൾ ശരണം തേടുന്നതും രക്ഷ തേടുന്നതൊക്കെ എന്താവണം? അള്ളാഹുവിനോടാവണം. രക്ഷ തേടുന്ന ചരിത്രം അവിടെയും പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു. ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കാലങ്ങളോളം കടന്നു എന്ന് ഹദീസ് ആയത്തിന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ എൻ്റെ അടുക്കൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, കുഴപ്പങ്ങൾ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ദുആ ചെയ്തു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്നത് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. മത്സ്യം യൂനുസ് നബിയെ പുറന്തള്ളുന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പ്രാർത്ഥന തെളിഞ്ഞ രംഗങ്ങളാണ്. പ്രാർത്ഥന സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ആരോടുള്ള പ്രാർത്ഥന? അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അത് ജീവിതത്തിൽ പ്രകടമായി ഇങ്ങനെ കാണും. ചിലപ്പോൾ കാണും, ചിലപ്പോൾ അത് കിട്ടി, ആ ഉത്തരം പ്രാർത്ഥനയ്ക്ക് അപ്പം ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. ആ പ്രാർത്ഥന കാരണം മറ്റൊരു പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. ഇനി ഇത് രണ്ടും കൂടെ കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം ഉറപ്പാണ്. പരലോകത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ കൂലി ഉറപ്പായും കിട്ടും. മനസ്സിലായോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ ഒരു ഇത്തരം ദുആകൾ ജീവിതത്തിൽ പകർത്താൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി മരിച്ചു. അബൂസലമ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അബൂസലമയുടെ ഭാര്യയാണ് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ. ഉമ്മുസലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞു, റസൂലേ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ജീവിതത്തിൽ ഭർത്താവിൻ്റെ മരണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മരണം എന്നുള്ളത് വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒരു ഭർത്താവ് നിലവിൽക്കെ ഭാര്യ മരിക്കുക, ഭാര്യ നിലവിൽ നിൽക്കെ ഭർത്താവ് മരിക്കുക, ഉമ്മ മരിക്കുക, വാപ്പാൻ്റെ മരണം, കുടുംബങ്ങളുടെ മരണം, അതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. വലിയ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. ഈ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, റസൂലേ, ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ എത്ര നല്ല ഉഷാറായി നോക്കി എന്നെ പരിചരിച്ച വ്യക്തിയാണ്, അദ്ദേഹം മരിച്ചു നബി എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. എന്താ പ്രാർത്ഥന? ഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയണം. എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി, അല്ലാഹുവേ നീ തന്ന പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കണത് എന്താ? വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് തിരിച്ചു തരണേ റബ്ബേ. കണ്ടോ? ഉമ്മുസലമ റളിയല്ലാഹു അൻഹ ആലോചിക്കണത് എന്താ അറിയോ? ഇതിനേക്കാൾ ഖൈറായ ഒന്ന് ഇനി കിട്ടുമെന്നാ. അബൂസലമയുമായുള്ള ബന്ധം, ഒരു ഭർത്താവുമായുള്ള ബന്ധം, ഇതിനേക്കാൾ ഖൈറായ ഒന്ന് ഇനി കിട്ടുമോന്ന് ചിന്തിക്കണര് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ. ഹദീസിൽ കാണാം, ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെ യുദ്ധകാലങ്ങളൊക്കെ തീരുമ്പോ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുസലമ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യയായി മാറുകയാണ് ആര്? ഉമ്മുസലമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയായി മാറി. ഭൂമി ലോകത്ത് ലോക മുഅ്മിനീങ്ങളുടെ ഉമ്മയായി മാറാൻ കഴിഞ്ഞു. മഹാനായ റസൂലുള്ളാഹിന്റെ ഭാര്യയാവാൻ കഴിഞ്ഞു. പ്രാർത്ഥനന്റെ ഫലാണെന്ന് പണ്ഡിതന്മാർ അല്ലേ? അപ്പം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ പറ്റുമോ?
ഞാൻ കുറേ കാലം ചോദിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ ജാറത്ത് പോട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റൂല. ഇതൊക്കെ പ്രാർത്ഥന. നമ്മൾ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താ നിങ്ങൾ, വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്നിട്ടൊരു പുസ്തകമുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നതോട് നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്. ഹാഷിം നഈമി എന്നൊരു വ്യക്തി അവതാരിക എഴുതിയ ഒരു പുസ്തകമാണ് വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്നുള്ള ബുക്ക്. അതിലൊരു പദപ്രയോഗം കാണാം. എന്താ പദം? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം. നിങ്ങൾ ശരി ശ്രദ്ധിക്കണ്ടോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികൾ തെര്യപ്പെടുത്തി. പച്ചക്ക് ഞാൻ തുറന്നു പറയാം. ഇതെവിടെ എഴുതിച്ചാണ് നിങ്ങൾ? വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിൻ്റെ ആ പുസ്തകം എഴുതിയ വ്യക്തി എഴുതി വെച്ച വാക്കാണ്. എന്താ പദം? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന പ്രമേയം ഇബിലീസിന്റെ പ്രമേയമാണ്. അതിന് കാരണം പറയണം എന്താ അറിയോ? ഇബിലീസ് അള്ളാഹുവിന്റെ മുന്നിൽ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു എല്ലാവരോടും കൽപ്പിച്ചപ്പോ മലക്കുകളും മറ്റു ജിന്നുകളൊക്കെ ചെയ്തു, ഇബിലീസ് ഒഴികെ. ഇബിലീസ് പറഞ്ഞു ഞാൻ ചെയ്യൂല, ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് ഇബിലീസ് പറഞ്ഞു. ഇബിലീസ് അങ്ങനെ പറഞ്ഞേ? ഇബിലീസ് എന്താ പറഞ്ഞേ? ഇബിലീസ് പറഞ്ഞത്, പടച്ചോനെ നീ എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കാണ് ശക്തി ജാസ്തി, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൂല എന്ന് അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ് ശൈത്വാൻ. അല്ലാതെ ഞാൻ അള്ളാഹിന്റെ മുന്നിലേ സുജൂദ് ചെയ്യുള്ളൂ എന്നല്ല ഇബിലീസ് പറഞ്ഞേ. ആ ചരിത്രത്തെ അങ്ങനെയുണ്ട് കോട്ടി മാറ്റിയിട്ട് ഈ വാക്ക് അതിന് തെളിവായിട്ട്, അതേ മൂപ്പര് ഉദ്ധരിച്ചൊരു സംഭവത്തിന് തെളിവായിട്ട് ചരിത്രം വളച്ചൊടിക്കുക. ആലോചിച്ച് നോക്കി. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഓല കാഴ്ചപ്പാടിൽ ഈ ദുആക്ക് എന്താണ്? ഇബിലീസിന്റെ പ്രമേയ. അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഈ പറയപ്പെട്ട പ്രാർത്ഥനകൾ ഇബിലീസിന്റെ പ്രമേയ എന്ന് പറയാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ദുആ എന്ന് പറഞ്ഞിട്ട് വിശാലമായി പഠിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ഇബ്ലീസിന്റെ പ്രമേയ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ പിഴവ് എവിടെ എന്നുള്ളത് നമ്മുടെ മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയൊക്കെ ദുആ പഠിപ്പിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കടന്നു വന്നാൽ, ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ, ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ആയുധമായി സ്വീകരിച്ചോളൂ. ആരാ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണത്തിന്റെ സമയത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ ദുആയുടെ മാതൃക പഠിപ്പിച്ചത് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എത്ര പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങളുണ്ടായ എത്ര സംഭവങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലൊക്കെ. ഗുഹാവാസികളുടെ സംഭവം നമ്മുടെ മുന്നിൽ വലിയ തെളിവാണ്. ഗുഹാവാസികളുടെ സംഭവം, അള്ളാഹിനോടാണ് അവർ സഹായം തേടിയത്. സഹായം തേടിയത്. 3 ആളുകൾ ഗുഹയിലകപ്പെട്ടു. 3 ആളുകളുടെ പ്രാർത്ഥന, 3ാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന തീരുമ്പോ ആ കല്ല്, ഗുഹാമുഖത്ത് വന്നടഞ്ഞ കല്ല് അവിടെ നിന്ന് ഉരുണ്ടുപോകുന്നത് അവർ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് അത്ഭുതല്ലേ? പ്രാർത്ഥന കൊണ്ടുണ്ടായ അത്ഭുതല്ലേ? ഇനി അതും പോട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ബദർ. ബദറിന്റെ ചരിത്രം അറിയാത്ത ആൾക്കാരുണ്ടോ? അല്ലേ? ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബികൾ പറയാണ്, ശത്രുക്കളെ വെട്ടാൻ വേണ്ടി ഞങ്ങൾ വാളിങ്ങനെ ഓങ്ങിയിട്ടുള്ളൂ, ഞങ്ങൾ വെട്ടിയിട്ടില്ല. പക്ഷെ ചില ആൾക്കാരെ തല നിലത്ത് കിടക്കണ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ വെട്ടിയിട്ടില്ല, ഞങ്ങൾ ഓങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തിന് തല താഴെ വീഴുന്നു. എന്തൊരു അത്ഭുതമാണ് നബി അവിടെ ഉണ്ടായത്. എന്താണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് മലക്കുകൾ ഇറങ്ങിയതാണ്. ബദറിലേക്ക് അള്ളാഹു മലക്കുകൾ ഇറക്കി. ആ ആയത്തിന് അള്ളാഹു പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്.
എന്താ വാക്ക്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയത് കാരണത്താൽ. അല്ലാഹു പറയാ എന്താ കാരണം? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയത് കാരണത്താൽ ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഫസ്തജാബ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അല്ലാഹു ജവാബ് നൽകി. ഏതിന്? അല്ലാഹുവിനോട് സഹായം തേടിയതിന്. എന്നിട്ട് എന്താ കിട്ടിയത്? അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ ബദറിലേക്ക് നാം പറഞ്ഞേക്കുകയുണ്ടായി. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഓങ്ങിയിട്ടേ ഉള്ളൂ, തല കൊയ്തത് മലക്കുകളാണ്. മനസ്സിലായോ? അപ്പം മലക്കുകളല്ല ആ മനുഷ്യരെ സഹായിക്കാൻ, ആ ബദരീങ്ങളെ സഹായിക്കാനുള്ള മലക്കുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമല്ലേ? ബദറിന്റെ തലേ ദിവസം രാത്രി റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഹദീസിൽ കാണാം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ കിടന്നുറങ്ങുന്ന സമയം അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വരികയാണ്. സ്വഹാബികളൊക്കെ ബദറിന്റെ തലേ ദിവസം രാത്രി ഒരു മഴ പെയ്ത് ചോർന്നിട്ട് മണ്ണതാ ചൂടൊന്നുമില്ലാത്ത സമയത്ത് ശാന്തമായി ഉറങ്ങുന്ന സ്വഹാബത്തിന്റെ ഇടക്ക് റസൂലുള്ളാഹിനെ കാണാനില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനെ അന്വേഷിക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുള്ള തുണി പോലും താഴെ വീണിട്ടുണ്ട്. കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഹദീസിൽ കാണാം, കക്ഷത്തിന്റെ വെള്ള കാണുമാറ് റസൂലുള്ളാഹിന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലം തുഅബദ് ഫിൽ അർളി അബദാ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലം തുഅബദ് ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ, ഈ കാണുന്ന 300 ചില്ലാനും വരുന്ന സ്വഹാബത്തിനെ എങ്ങാനും നീ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ, ഇവിടെ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകില്ല റബ്ബേ. ആരാ പ്രാർത്ഥിക്കണേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശത്രുക്കൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അന്നത്തെ ദിവസത്തെ ആ രംഗം പഠിപ്പിക്കുന്നിടത്ത് ശത്രുക്കൾ ചെവിയോർക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ കൂടാരത്തിൻ്റെ അടുത്ത് വന്നാൽ, മുസ്ലിമീങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എണ്ണച്ചട്ടിയിലേക്ക് കടുകിട്ടാൽ പൊട്ടുന്ന രൂപത്തിലുള്ളൊരു ശബ്ദം പ്രകടമാകുമായിരുന്നു. ഖൽബിന്ന് ഇങ്ങനെ പൊട്ടല്, പ്രാർത്ഥന കൊണ്ടുള്ള പൊട്ടല്. അവരിലെ ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ? മരണത്തെ പേടിക്കുന്ന ശത്രുക്കൾ പറയാണ്, നേതാക്കന്മാരോട് പറയാണ്, മരണത്തെ പേടിക്കുന്ന നമുക്ക് മരണത്തെ കൊതിക്കുന്ന, മരണത്തെ ഭയപ്പെടാത്ത മുസ്ലിമീങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്ന രംഗം. അത് ഈമാനും ആ ഈമാനിൻ്റെ കൂടെ അവരുടെ പ്രാർത്ഥനയും നിലവിലുണ്ടായിരുന്നത് ചരിത്രം പഠിപ്പിക്കാൻ. അവർ പ്രാർത്ഥിച്ചു, അവരുടെ പ്രാർത്ഥന ആയുധമായി അവർ സ്വീകരിച്ചു. അതുകൊണ്ട് അങ്ങനൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. എന്താ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് എന്തോ തകരാറുണ്ട് എന്നാണ് അർത്ഥം, എവിടോ ചില പിഴവുകളുണ്ട് എന്നാണ് അർത്ഥം. അല്ല തരും, അല്ല വാഗ്ദാനം ചെയ്തതാണ്, അല്ല വാഗ്ദാനം ചെയ്തതാണ്. എന്താ വാഗ്ദാനം? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നെക്കുറിച്ച് നബിയെ നിന്നോട് ചോദിച്ചാൽ, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യട്ടെ, അല്ലാഹു ഉത്തരം നൽകും. എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം നൽകാം. പടച്ചോൻ വാഗ്ദാനം പറഞ്ഞതാ. അല്ലാഹു വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചോദിക്കാൻ നമ്മൾ റെഡി അല്ലെങ്കിലോ പിന്നെ എവിടുന്നാ നമുക്ക് നമ്മളെ ജീവിതം നന്നാവുക? പിന്നെ എവിടുന്നാ നമ്മളെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുക? നമ്മുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടണമെങ്കിൽ ദുആ ആയുധമായി സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരോട് ആ ദുആ പ്രാർത്ഥന നടത്തിയാൽ അത് വലിയ ശിർക്കായി മാറും. മനസ്സിലായോ?
സഹായം തേടേണ്ടതും അതുപോലെ തന്നെ പിന്നെ രക്ഷ തേടേണ്ടതും അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും രക്ഷ തേടാൻ പാടില്ല. ഇപ്പോൾ പിന്നെ നമ്മളെ ചില വീടുകളിലൊക്കെ ബദരീങ്ങളുടെ പേര് വീട്ടിൽ എഴുതി തൂക്കിക്കുകയാണ്. എന്തിനാ? വിശ്വാസം എന്താ? ബദരീങ്ങളുടെ കാവൽ ഉണ്ടാവാൻ എഴുതിയിട്ടില്ലേ? എഴുതണവരില്ലേ? ബദരീങ്ങളുടെ പേരെഴുതി തൂക്കുന്ന ആൾക്കാർ നിങ്ങളില്ലാണ്ടൊന്നും കാര്യമില്ലുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മുന്നിൽ തെളിവാണ്. ബദർ ശുഹദാക്കളുടെ പേരെഴുതി വെച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്നവർ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ബദരീങ്ങൾ മോശക്കാരായിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു വശമല്ല. ബദരീങ്ങളുടെ പേരെഴുതി വെച്ചത് കൊണ്ട് അവരുടെ കാവൽ കിട്ടും, അങ്ങനെ ഒരു കാവൽ അള്ളാഹു അവർക്ക് കൊടുക്കാനുള്ള പ്രത്യേകത ഒന്നും അള്ളാഹു നൽകിയിട്ടില്ല. കാവൽ ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്, രക്ഷ തേടേണ്ടത് റബ്ബിനോടാണ്. ഇത് ഗണ്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ് അല്ലേ? അതുകൊണ്ട് അവിടെയൊക്കെ കാവൽ ചോദിക്കുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാവണം, അള്ളാഹുവിനോടാണ് ആവണം. നമ്മുടെ രക്ഷയുടെ പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വചനങ്ങളിനെയും കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ദുആയുടെ മഹത്വങ്ങൾ, മഹിമകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച ഉപദേശം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചു. കുന്തു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ആ സമയത്ത് ആ കുതിരപ്പുറത്ത്, ആ യാത്രയുടെ വാഹനപ്പുറത്ത് ഞങ്ങൾ കയറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അള്ളാഹിന്റെ റസൂൽ ആ വാഹനപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ റസൂലുള്ളാഹി വിളിച്ചു, യാ ഗുലാം, ഏ കുട്ടി, മോനെ എന്ന് വിളിച്ചു. ഉറക്കം വരുന്നുണ്ട് നിങ്ങൾക്ക്? ഇന്ന് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അങ്ങനെ മുണ്ടാതെ വയലറിയണേ സമാധാനത്തിൽ. മനസ്സിലായോ? 3-4 ദിവസം അടുപ്പിച്ച പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തൊണ്ട ശരിക്കും പോയിക്കോ. ഇത് കഴിഞ്ഞിട്ടൊന്നൊരു പരിപാടിയുണ്ട്, ഇന്ന് കഴിഞ്ഞിട്ടപ്പോൾ വരുന്നേ, ഇത് കഴിഞ്ഞിട്ടൊന്നും കൂടിയുണ്ട്. അപ്പോൾ അത് അവിടെ ക്ഷീണം പറ്റാതൊക്കെ ഉള്ളൊരു ഒപ്പിക്കലാണ്. എന്നാൽ വിഷയങ്ങളൊക്കെ ഉണ്ട്, കിട്ടുമാണെന്നുള്ള നിലക്ക്. അപ്പോൾ നിങ്ങളാവുമ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നല്ല ക്ഷീണത്തിലാണ്. നിങ്ങൾ സഹകരിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. ഒന്ന് നീച്ചിക്കണം നിങ്ങൾക്ക്, അങ്ങനെ അഭിപ്രായമുള്ളെങ്കിൽ നീച്ചിക്കട്ടാ, പ്രശ്നമല്ല. നമ്മളെ മുന്നിൽ സമയം കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ, പറഞ്ഞ സമയത്തിലേക്ക് അടുത്തു, 1 മിനിറ്റേ ഉള്ളൂ നമ്മളെ മുന്നിൽ. ഇതിൽ ഈ ഹദീസ് മാത്രം ഒന്ന് വിവരിച്ച് ഞാൻ എന്ത് ചെയ്യാം, അവിടെ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, യാ ഗുലാം, ഏ കുട്ടി. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. ഇത് ഈ ഹദീസ് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ, ഇത് നമ്മളെ മക്കൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ടോ എന്ന് കൂടി ആലോചിക്കണം കേട്ടോ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ്. യാ ഗുലാം, ഏ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ, ചില ഉപദേശങ്ങൾ ഞാൻ നിനക്ക് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ട് പറയാണ്, ഒന്ന് ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ അല്ലാഹു നിന്റെ കൂടെയുണ്ടാകും. യഹ്ഫളുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, നീ അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ നിനക്ക് കണ്ടുമുട്ടാം മോനെ. നിനക്ക് അല്ലാഹനെ കാണാം. അല്ലാഹനെ കാണാന്ന് പറഞ്ഞാൽ അല്ലാഹനെ നീ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹന്റെ ഖുദ്റത്ത് നിനക്ക് കാണാം, അല്ലാഹുവിന്റെ നിഅമത്ത് നിനക്ക് കാണാം, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് കാണാം.
ഇതൊക്കെ നിനക്ക് കാണാൻ പറ്റും. എന്തുണ്ടെങ്കിൽ നീ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കി. നീ ഒറ്റക്ക് റൂമിലിരുന്നാൽ അവിടെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം മക്കൾക്ക് ഉണ്ടാവും. നീ പരസ്യമായി ചെയ്യുന്ന തിന്മകൾ അല്ലാഹു കാണുന്നുണ്ട്. നീ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു നിന്റെ കൽബറിയുന്നവനാണ്, നിന്റെ ചിന്തകൾ അറിയുന്നവനാണ് എന്ന ഉപദേശം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് ചോദിക്കണേ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം തേടിക്കോ. കണ്ടോ, ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേട്. ഇതല്ലാത്തൊരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ നീ എന്ത് ചെയ്യരുത്? സഹായത്തേട്ടം നടത്തരുത്. ഇത് പഠിപ്പിച്ചതാരാ? അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പം നമ്മൾ ആരോടാ തേടണത്? നമ്മുടെ രക്ഷകൻ ആരാണ്? നമ്മൾ ആരെയാണ് വലിയായി സംരക്ഷകനായി കാണുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ തൗഹീദിൻ്റെ തെളിമയാർന്ന വഴി സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോവുക. എന്താ അള്ളാഹു അല്ലാത്തവരോട് തേടിയാലുള്ള കുഴപ്പം? റബ്ബല്ലാത്തവരോട് തേടിയാലുള്ള പ്രശ്നം എന്താ? അള്ളാഹു ആ ആയത്തിൻ്റെ ആ ഹദീസിൻ്റെ വിശദീകരണം തൊട്ടടുത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൻ്റെ 106-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു. എന്താ റബ്ബ് പറഞ്ഞത്? അള്ളാഹു പറയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉക വലാ യദുർറുഹും ഫഇൻ ഫഅൽത ഫഇന്നക ഇദാ മിനൽ ളാലിമീൻ. അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ആർക്കും സാധ്യമല്ല. അള്ളാഹ്ക്കാണ് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുക, അള്ളാഹുവിനാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക. അതുകൊണ്ട് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ആ റബ്ബിലാണ് നീ വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. ഈ ഒരു പ്രശ്നമുണ്ടായി, ഒരു പരീക്ഷണമുണ്ടായി, റബ്ബല്ലാത്തവരോട് നീ രക്ഷ തേടിയാൽ അത് ഏറ്റവും വലിയ വഴിപിഴവാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കണം എന്തറിയോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി. വമൻ അദല്ലു, വഴിപിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ വഴിപിഴവെന്താ? ഏറ്റവും വലിയ പിഴവെന്താ? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ്, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇല്ലാ കബാസിത്ത് കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ. വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ് റബ്ബല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ഒരു കാര്യം അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു കാര്യം റബ്ബല്ലാത്തവരോട് ചോദിച്ചാൽ അത് കിണറ്റിലേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിട്ട് വെള്ളം ചോദിച്ചാൽ വായിക്ക് വെള്ളത്തോ ഇല്ല എന്നതുപോലെയാണ്. ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാവില്ല. എന്നാൽ പരലോകത്തതിന് ശിക്ഷയാണ് വിധിക്കപ്പെടുന്നത്. വഇദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ പരലോകത്ത് ആരോടാണോ അള്ളാഹു അല്ലാത്ത ഏത് മഹാന്മാരോടാണോ നിങ്ങൾ തേടിയത്, ആ മഹാന്മാർ നാളെ നിങ്ങൾക്കെതിരെ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. നമ്മുടെ നിർത്തണേ കേട്ടോ. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിരന്തരം ആലോചിച്ചും ചിന്തിച്ചും സദാ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയൊരു തിന്മയിലേക്ക് പോകാതെ നമ്മുടെ കൽബിനെ അള്ളാഹു ദീനിൻ്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ.
എന്താണ് യഥാർത്ഥത്തിൽ തൗഹീദ്, ഷിർക്ക് എന്ന് വേർതിരിച്ച് പഠിക്കാനുള്ള നല്ല അവസരങ്ങൾ അള്ളാഹു നമ്മുടെ മുന്നിൽ തെളിയിച്ച് തരുമാറാവട്ടെ. തെറ്റായ ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മുടെ കൽബിൽ നിന്ന് എടുത്തുമാറ്റി പകരം ഹക്കിൻ്റെ വഴിയിൽ അള്ളാഹു നമ്മെ നിലനിർത്തുമാറാവട്ടെ. എരിപിരി കൊള്ളുന്ന വെയിലത്ത് അള്ളാഹു നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് അകറ്റുമാറാവട്ടെ. ഈ സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ലഹരി ലോകത്ത് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി മക്കളുണ്ട്. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട മേഖലയാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട മേഖലയാണ്. ലഹരിയിൽ അഡിക്റ്റായി സ്വന്തം അധ്യാപകരെ കൊലവിളി നടത്തുന്ന മക്കൾ, സ്വന്തം ഉമ്മയെ കൊന്നു തീർക്കുന്ന മക്കൾ ഒക്കെ വർദ്ധിക്കുന്ന കാലത്താണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല മനസ്സും നല്ല പക്വതയുള്ള ചിന്തയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദുള്ള മക്കളെ വാർത്തെടുക്കാൻ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ കരങ്ങളിൽ നിന്ന് അള്ളാഹു ഈ രാജ്യത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദന അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവോടെ മരിച്ചു വീഴുന്നവർക്ക് ശുഹദാഇൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാത്തിലിൻ്റെ ആളുകളെ, ഷിർക്ക് പ്രചരിപ്പിക്കുന്നവരെ, കുഫറിൻ്റെ വക്താക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഈ സമൂഹത്തെ, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.